ഹലോ, എല്ലാവർക്കും സ്വാഗതം. പാപ്പൻ ഗ്രാൻഡ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് റെസിപ്പിയാണ്. ഇത് വലിയ ഹെവി ആയിട്ടുള്ളതല്ല. ഞാൻ ഇന്നലെ അങ്കമാലിയിൽ പോയിട്ടുണ്ടായിരുന്നു, എൻ്റെ നാട്ടിൽ. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. അതൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കറിയും ഊണും റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് കറിയാണ്. ആസ് യൂഷ്വൽ ഫിഷ് കറി എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എൻ്റെ ഇന്നത്തെ ലഞ്ചിന് ഒരു കപ്പയാണ്. ഇത് ചക്കയും ഉണ്ട്, ചക്കക്കുരു ഉണ്ട്, കുറച്ച് കപ്പയുണ്ട്. ഈ ചക്കയാണ് ഞാനത് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ, ചക്ക ഒരു പുഴുക്ക് പോലെ ചെയ്യണം കേട്ടോ. ഒരു ഇത്തിരി സവാളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ജീരകമുണ്ട്, 2-3 കാന്താരിയുണ്ട്, ചുമന്നുള്ളിയുണ്ട്, കരിവേപ്പിലയുണ്ട്, ഒരു ഇത്തിരി തേങ്ങയുണ്ട്. ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അപ്പം ഈ പണി വേഗം അങ്ങോട്ട് കഴിയും. ചട്ടി ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇവിടെയും കത്തിച്ച് വയ്ക്കുക. ഇത് നമുക്ക് ആ മീൻകറിയും വേഗം ശരിയാക്കാം. ഈ കപ്പക്കറിയും മീൻകറിയും കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോണേ കേട്ടോ, കഴിക്കാനായിട്ട്. ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലും എണ്ണ ഒഴിക്കാം, ചൂടായി വരട്ടെ. ഇത് കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, ഇത് ഫിഷ് കറിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ രണ്ടും മിസ്സായി പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊന്നും എനിക്കില്ല. കുറച്ച് കടുകിട്ട് കൊടുത്തു, ഇതിലും കടുകിട്ട് കൊടുത്തു. ചൂടായി വരട്ടെ കേട്ടോ, എണ്ണ ചൂടായി പൊട്ടണ വരെ. ഇതിൽ നമുക്ക് 2 ഉലുവ ഇടുന്നുണ്ട്. ഇത് ഫിഷ് കറിയുടെയാണ്, ഇത് കപ്പയുടെയാണ്. നോക്കട്ടെ, ഇതായി വരട്ടെ. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഒരു 2 സവാള. ഇതൊന്ന് ചെറിയ ഒരു ഇതാക്കി എടുക്കുന്നു. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം നമ്മൾ ഇപ്പുറത്തും ഒരു ശ്രദ്ധ വേണം കേട്ടോ, അതും ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കരിവേപ്പില, ഇവിടെയും കുറച്ച് കരിവേപ്പില. ഇതും ഇളക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേങ്ങ, ഒരു അരമുറി ഇല്ല, ഒരു ലേശം തേങ്ങയുള്ളൂ. ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ, ജീരകവും കാന്താരി മുളകും ഞാൻ നേരത്തെ കാണിച്ചല്ലോ നിങ്ങൾ, അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ കപ്പയുണ്ട്, ചക്കയുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് എല്ലാവരും. നമ്മൾ എപ്പോഴും എല്ലാം അടുപ്പിച്ച് വെച്ചാൽ മതി. അടിച്ച് വെച്ചിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് കുക്കിംഗ് റെഡി ആയി കിട്ടും. ചെറിയ തീയിൽ ഇതൊന്ന്, ഇത് സിമ്മിലാണ് കിടക്കുന്നത്. പതുക്കെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വെന്തോട്ടെ. ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം പാകമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. കാന്താരിയുടെ ഒരു ഇച്ചിരി എരിവും മുമ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടത് മതി. ഞാൻ പച്ചമുളക് ചേർക്കാതിരുന്നതാണ്. ഒന്നടച്ച് വെച്ചു. അതൊരു ചെറിയ തീയിൽ ആ തേങ്ങയൊന്ന് ആവിയിലൊന്ന് ശരിയായി വരണം. ഒരുപാട് വേവേം വേണ്ട. അതിൻ്റെ പണി കഴിഞ്ഞു. ഇത് നമ്മുടെ ഫിഷാണ്, ഫിഷ് കറി. ഒരു 3 സ്പൂണ് മുളക് പൊടിയും, ഇത്രയും മഞ്ഞപ്പൊടി ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇതും ഒരു ചെറിയ തക്കാളി, ഇത്രയും സാധനം. അത് ഓൾറെഡി അമ്മ അരച്ച് അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇട്ട് കൊടുക്കും. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, നമ്മൾ ചെയ്യുന്നതല്ലേ, എന്നും എപ്പോഴും ചെയ്യുന്നതല്ലേ. പക്ഷെ ഞാനിന്ന് ഉച്ചയൂണ് കാണിക്കുമ്പോൾ അത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കുടംപുളിയുടെ വെള്ളമാണ്. കുടംപുളി ഉപ്പും ഇട്ട് തിളപ്പിച്ച് ആ വെള്ളമാണ് എടുത്തേക്കണത്. ഇനിയിപ്പോൾ ഇതിൽ പുളി കുറവാണെങ്കിൽ നമ്മൾ ആ തിളപ്പിച്ച 2 പുളിക്കഷ്ണം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരുവിധം പച്ചമണമൊക്കെ മാറി ഇതിട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പിട്ട് നമുക്ക് ഇതും ഒന്ന് അടച്ചു വയ്ക്കാം.
കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു മോന് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിയാണ് ഉപ്പെന്ന്. ശരിയാണ്. ആ മെസ്സേജ് ഞാൻ വ്യക്തമായിട്ട് ഞാൻ വായിച്ചു, അന്നേരം ഞാനത് മൈൻഡിലെടുത്തിരുന്നു. പക്ഷെ ഇപ്പം എനിക്കതങ്ങനെ ഭയങ്കരമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ട് ഉപ്പ് കൈകൊണ്ട് എടുക്കണം, തവി കൊണ്ട് അങ്ങനെയൊന്നും എടുക്കരുതെന്ന് ആ കുട്ടി അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഞാൻ ഈ ഉപ്പ് കൈകൊണ്ട് എടുത്തിരിക്കുന്നു. ഞാൻ കൈകൊണ്ടൊക്കെ തന്നെ ഇടാറ് മോനെ, പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ നമ്മളൊക്കെ ഈ നാടൻ വെപ്പുകാരല്ലേ, അപ്പോൾ അന്നേരം അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ 2 കറി റെഡിയായി. ഇത് ഉച്ചയൂണിൻ്റെ ആണേ. ഇത് ഞാനിവിടെ ഓഫ് ചെയ്യുകയാണ്. കഴിഞ്ഞു. അതേ ഇരുന്ന് കഴിഞ്ഞാൽ അടി പിടിക്കും. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തു. ഞാൻ അമ്മയും മാറ്റി വയ്ക്കുകയാണ്. ഞാൻ ഇതിനകത്തേക്ക് ഫൈനലി ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണ ഓൾറെഡി നമ്മൾ താളിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഇച്ചിരി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുവേ. 2 കരിവേപ്പിലയും തൂക്കി കൊടുക്കും. അത് നമുക്കിത് മൂടി വയ്ക്കും. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ഫിഷാണ്. അത് ഈ കാശ്മീരി മുളക് പൊടിക്ക് നല്ല കളറാണ് കണ്ടോ. ഇനി നമ്മുടെ മീനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഫിഷ് കറി എന്ന് പറയുന്നത് ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കാനാണ് ഏറ്റവും നല്ലത്. എന്നാലേ അത് പിടിക്കുള്ളൂ. നമുക്ക് ഈ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് പേരെ വീട്ടിലുള്ളൂ എങ്കിൽ ഇന്നത്തേക്കും നാളത്തേക്കും കൂടിയുള്ള കറിയേട് ഇട്ട് വെച്ചാൽ കൊടുത്താൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചാൽ മതി. ബാക്കി മീൻ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചേക്കുക. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്ക് കറിയായി. ബാക്കി മീൻ അവിടെ ഇരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇതൊന്ന് വേവാൻ സമയം കൊടുക്കാം. ഈ മീൻ ഞാൻ എടുത്തു വയ്ക്കുക. പാപ്പൂന് വയ്ക്കാൻ, അല്ലെങ്കിൽ എനിക്കൊരു നേരത്തെ ഒരു കറിയാക്കാനും കുട്ടികളെ. അപ്പോൾ എൻ്റെ ഫിഷ് കറിയും കപ്പപ്പുഴുക്ക് റെഡിയായി. ഇനി ഞാൻ ഒരു കറിയും കൂടി ഉണ്ടാക്കും. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ചു വയ്ക്കുകയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു കറിയും കൂടി ഉണ്ട്. ഇതെൻ്റെ പഴയ ചട്ടിയാട്ടോ. ഞാൻ ഓണം വിഷു ഒക്കെ വരുമ്പോൾ പച്ചടി ഉണ്ടാക്കും, രസം ഉണ്ടാക്കും, പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കലയാണ്. എൻ്റെ അമ്മയുടെ സമയത്ത് ആലുവ ശിവരാത്രി മണപ്പുറത്തുനിന്ന് കലച്ചട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കലച്ചട്ടി ഒരു വെളുത്ത കളറാണ്. അത് നല്ല ചൂടാണ്. അതിനകത്ത് കറി വെച്ചാലൊക്കെ മോര് ശരിക്കും പറഞ്ഞാൽ മോര് കറി അതിനകത്ത് വയ്ക്കുക. അത് എനിക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അമ്മയുടെ കാലശേഷം അത് ആര് കൊണ്ടുപോയി എന്നൊന്നും എനിക്കറിയില്ല. ആരുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അത്. പക്ഷെ എനിക്ക് ആ പഴമ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊരു കലച്ചട്ടി എന്തായാലും ഞാൻ വാങ്ങും അത്. അപ്പോൾ ഇത് അടുത്ത കറിയാണ്. അപ്പോൾ അടുത്ത കറി എന്താണെന്ന് അമ്മ കാണിച്ചു തരാം. മുരിങ്ങ ഇലയാണ്. ഇത് ഇന്നലെ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ. ഒരു പിടി മുരിങ്ങ ഇല. അത് ഞാനിവിടെ കഴുകി വാരി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരിത്തിരി സവാള, പച്ചമല്ലി, കുരുമുളക്, കുറച്ച് കായം പൊടി, ജീരകം, ചതച്ച വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനമാണ് ഞാനിത്. ഇതൊഴിച്ച് ബാക്കി ഇതെല്ലാനും കൂടി ഞാൻ പൊടിപ്പിച്ച് കൊണ്ടുവരാം. ഇതാണിപ്പോൾ നമ്മൾ ആ ചേരുവകളെല്ലാം പൊടിപ്പിച്ചെടുത്ത ജീരകത്തിൻ്റെ ഒരു മണം. ഈ രസക്കൂട്ടില്ലേ ഇതിങ്ങനെ കുറച്ച് പൊടിപ്പിച്ച് വെച്ചാൽ മതി. ഡപ്പയിലിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രസം ഉണ്ടാക്കുമ്പോൾ ഒരു 3 ടീസ്പൂണൊക്കെ അമ്മ അങ്ങനെയാണ് ചെയ്യണത് കേട്ടോ. ഇപ്പം ഇന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊക്കെ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ യാത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അമ്മ ഒന്നും ഉണ്ടാക്കുന്നില്ല മക്കളെ. പിന്നെ ഇത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് താളിക്കാനുള്ള ഉണക്ക വറ്റൽമുളക്. ഇനി നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് നോക്കണ്ടേ. നന്നായിട്ട് തിളച്ച് വെന്തോട്ടെ. നല്ല വറ്റിച്ച മീൻകറി കേട്ടോ.
ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിലമ്മ കുറച്ച് വെളിച്ചെണ്ണ, അത് കറുത്ത പാത്രമാണ്, ക്യാമറാമാൻ കലത്തിലേക്ക് പോരട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 2 മണി ഉലുവയിട്ടു. കടുക് ഇട്ട് കൊടുത്തു. എനിക്ക് ചട്ടി ഒന്ന് ചൂടാകാനുള്ള സമയം ഞാൻ ഒരിക്കലും കൊടുക്കൂല. ഇവരെന്നോട് സംസാരിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ ചട്ടി ഒന്ന് ചൂടാകാണ്ട് വേഗം കടുക് ഉലുവയൊക്കെ ഇടുന്ന അമ്മയെന്ന്. ഇച്ചിരി സമയം അവർക്ക് കൊടുക്കാം, ധൃതിയേ. അതുകൊണ്ടാണ്. വറ്റൽ മുളകും വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ പൊട്ടി. അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് വേപ്പില ഇട്ട് കൊടുത്തു. ഈ ഒരു 2 സവാള കേട്ടോ, അതിട്ട് കൊടുത്തു. 2 സവാള എന്ന് പറഞ്ഞാൽ 1/4 പീസേ ഉള്ളൂ. ഒരു ചെറിയ സവാളയുടെ 1/4 മുറിയേ ഉള്ളൂ. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി, ഒരു 10 വെളുത്തുള്ളി അമ്മ ചതച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മുരിങ്ങയിലയുണ്ടല്ലോ, ഒരു പിടി മുരിങ്ങയില, അതും ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് മുരിങ്ങയില കൊണ്ടുള്ള രസം. പിള്ളേരെ മുരിങ്ങയിലയൊന്നും അങ്ങനെ ഇട്ട് കൊടുത്തതൊന്നും കഴിക്കൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ കൊടുത്താൽ അതിൻ്റെ തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ, ജ്യൂസ്, അതിൻ്റെ എസൻസ് അതിനകത്തേക്ക് ഈ വെള്ളത്തിലേക്ക് കയറുമ്പോൾ വയറിനും നല്ലതാണ്. വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ല എന്ന് പറയുന്നില്ല, നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. കണ്ട മുരിങ്ങയില രസം ഇതിപ്പോൾ റെഡിയാവും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇതിട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫിഷ് കറിയുടെ അവസ്ഥ കൂടി ഒന്ന് നോക്കണം. നന്നായിട്ട് ആയിക്കഴിഞ്ഞത് ഇത് ഒന്നും കൂടി ഒന്ന് വറ്റിയാൽ മതി. കണ്ടോ, ഇവിടെ ഞാനൊരു ചെറിയ പീസ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ താഴത്തെ ഉടുപ്പിൽ ഞാൻ കൈ തുടയ്ക്കാമെന്ന് വിചാരിക്കരുത്. കണ്ടോ, ഇവിടെ ഞാനൊരു തുണി ഇവിടെ ഇടുന്നുണ്ട്. ആ തുണിയിലാണ് ഞാൻ വെക്കുന്നത്. ആ തുണി എനിക്ക് ഇവിടെ വയ്ക്കാം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അങ്ങനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ഇല വെന്ത് കഴിഞ്ഞു. ഇതൊരു മെഡിസിൻ പോലെ നമ്മൾ കണ്ടാൽ മതി കേട്ടോ. ഇനിയാണ് നമ്മൾ പൊടിപ്പിച്ച് വച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒന്ന് നല്ല ആ രസത്തിൻ്റെ മണമില്ലേ മോനെ. ഇന്നലെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടികളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചോറ് ദോശ ചുട്ടപ്പോൾ കുമരന് വായൽ വെച്ച് കൊടുത്തത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. കുമരൻ അത് കണ്ടായിരുന്നോ? അവനൊന്നും കാണൂല, അവൻ തിരക്കുള്ള ആളാണ്, വേറെയൊന്നും അല്ല. അവനൊരു മിമിക്രി ആർട്ടിസ്റ്റും ഡബിങ് ആർട്ടിസ്റ്റും അല്ലാണ്ട് അവന് ജോലിയൊക്കെ ഉള്ള പയ്യനാണ്. പിന്നെ എനിക്കിത് വന്ന് ചെയ്തു തരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കമൻസുകൾ അവൻ അധികം അങ്ങനെ നോക്കുന്ന ആളല്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മുടെ ആവശ്യത്തിനുള്ളത് വെള്ളം നീട്ടി വെച്ച് കൊടുക്കുക. കണ്ട, ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി ഉപ്പും പുളിയും കുറച്ച് കുറവാണ്. പുളി കുറച്ച് ഇട്ട് കൊടുക്കുക. പുളി ഇടുക, കുറച്ച് കൂടി ഉപ്പ് കുറവാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നാളത്തേക്കാണ് കുറച്ചുകൂടി നന്നാവുക. തീയൊക്കെ കുറച്ചാണ് കൊടുത്തേക്കണേ. ഇതൊന്ന് തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ. നമ്മുടെ രസം മുരിങ്ങയില രസമാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും, വയറിന് നല്ലതാണ് കേട്ടോ. എത്ര വീട്ടിൽ
ഈ വീട്ടിൽ മുരിങ്ങയിലൊക്കെ ഉള്ളവരുണ്ടാവും. നിങ്ങൾ മുരിങ്ങയില ഇല്ലെങ്കിലൊക്കെ എവിടെ നിങ്ങളൊക്കെ ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിക്കുകയും കുറച്ച് വേഗം പിടിക്കും. അത് പിടിക്കുകയും ചെയ്യും. നല്ല ഇലയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡെയിലി ഇത്തിരിച്ച് വയറിന് ശോധനയ്ക്കൊക്കെ ഭയങ്കര നല്ലതല്ലേ. ശോധന എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അതിനൊക്കെ നല്ലതാണ്. നല്ല ഇതായിട്ട് നമുക്കത് ഉണ്ടാകും. അപ്പോൾ അതിന് ഈ മുരിങ്ങ ഇല നല്ലതാണ്. ഇലക്കറികൾ പൊതുവേ നല്ലതാണ്. അപ്പോൾ ഇല കഴിക്കാത്തവർക്ക് നമുക്കിങ്ങനെ ഇത് ചോറിൽ ഒരു ഒഴിച്ചുകറി പോലെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ ഈ മല്ലി ഇലയും കൂടി ലാസ്റ്റ് ഇടേണ്ടതാണ്, എന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ടേക്കാം. ഇനി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൽ ഒരു നുള്ള് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളാണ്. ഇതാ കണ്ട, ഇത്രയും സാധനം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വെറുതെ ആയാലും ജീരകവും വെളുത്തുള്ളിയും ഇടിച്ച് വെച്ചാൽ ജീരകവും വെളുത്തുള്ളിയും കുരുമുളകും കൂടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ ഇല വച്ചിട്ട് അതൊരു മുരിങ്ങയില രസമായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒഴിച്ച് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. എൻ്റെ 3 റെസിപ്പി കഴിഞ്ഞു. ഇനി ഇത് ഊണ് കഴിക്കണം. ഫിഷും റെഡിയായി കഴിഞ്ഞു. ഫിഷിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കാൻ പോകുന്നു. ഇതാ 2 വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ വേപ്പില ഒഴിക്കില്ല കേട്ടോ. ഇനി വേപ്പില ഇടുന്നില്ല. തീ ഓഫ് ചെയ്യാണ്. കുറച്ച് വെളിച്ചെണ്ണ, ഒരു പേരിന് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ചാറൊക്കെ ഒന്ന് വറ്റിക്കുറുകും. ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി. ഇനി ഇത് കഴിക്കണം. ഞാനും കുമരനും അമൃതയും പാപ്പുവും ഇത് കഴിക്കും. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ. ഏതാണ്ട് നമ്മുടെ രസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ മുരിങ്ങയിലയാണല്ലോ. മുരിങ്ങയിലയ്ക്ക് അതിൻ്റേതായ ഒരു, ഞാനിതിൻ്റെ ഭയങ്കര ടേസ്റ്റ് കാര്യങ്ങളിലേക്കല്ല കിടക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾക്കിത് ഗുണമുള്ള സാധനമാണ്. അത്രമാത്രം വയറിന് നല്ലതാണ്. ഒരു കറിയില്ലെങ്കിലും നമുക്കിത് ഒഴിച്ച് കഴിക്കാം. ചോറിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കത് ഒഴിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉണ്ടാക്കിയിട്ടുണ്ടാവും, കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചെയ്യാത്തവരോടാണ് കേട്ടോ. ഇത് ഞാനൊരു ചെറിയ ചമ്മന്തിക്കാണ്. ഈ ചമ്മന്തി ഒന്നും പപ്പടവും കാച്ചണം, എനിക്ക് ചമ്മന്തി എടുക്കണം. ഇതും ഈ 5 ഉള്ളി ഒന്ന് വാടിക്കണം. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാർ, എൻ്റെ അമ്മയൊക്കെ ഈ ചമ്മന്തി അരയ്ക്കുന്നത് അടുപ്പിൽ ചുട്ടെടുക്കും. ഉണക്കമുളകും ചുമന്നുള്ളി ചുട്ടെടുത്തിട്ട് കല്ലുപ്പും വാളംപുളിയും ചേർത്തിട്ട് അമ്മിക്കല്ലിൽ അരച്ചെടുക്കും. നമ്മുടെ കാലത്തേക്ക് വന്നപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ട് കല്ലിലിട്ട് അരക്കല്ലിലിട്ടിട്ട് നമ്മളത് ചെയ്തെടുക്കും. വളരെ സ്വാദുള്ള ഒരു ചമ്മന്തി, ഒരു ചൊടി. അമൃത പറയണ പോലെ, അമൃത എപ്പോഴും പറയും ഒരു ചൊടിയാണ് അമ്മ, അത് അങ്ങനെ പറയും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. പപ്പടം ഒന്ന്, മുളകിൻ്റെ തരിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കണ്ടിൻ്റെ അതൊന്ന് അടിക്കുക. നമുക്ക് ഒന്ന് ഒതുക്കി അരച്ചെടുക്കാം. ഞാൻ എപ്പോഴും നിങ്ങളോടൊരു സജഷൻ പറയുന്നത്, ഈ ഒരു ഇടികളിൽ നിങ്ങൾ മേടിച്ചോട്ടോ. ഭയങ്കര നല്ലതാണ്. നമുക്ക് ഒരു ടെൻഷനും വേണ്ട. ഇങ്ങനെ തെറിച്ച് പോവോ അങ്ങനെയുള്ളതൊന്നും വേണ്ട. തെറിച്ച് പോയാൽ നമ്മുടെ കയ്യിൽ നിൽക്കും. വലിയ വിലയും ഇല്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നമ്മുടെ ചമ്മന്തി ഇനിയിപ്പോൾ വെളിച്ചെണ്ണ എടുക്കണില്ല കേട്ടോ. ചമ്മന്തിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിച്ചാലോ. ചമ്മന്തി റെഡി. ഞാനിന്ന് പെട്ടെന്ന് ചോറ് കഴിച്ചിട്ട് ഞാൻ സ്ഥലം വിടാൻ പോകും. ചോറെടുക്കാം. എൻ്റെ ഫിഷ് കറി,
നല്ല കൊഴുത്ത ചാറാ. നാളേക്ക് നല്ല ഉഷാറ് കറിയാവും കേട്ടോ. നാളേക്കിത് നല്ല അടിപൊളി കറിയാവും. ചമ്മന്തി, പപ്പടം. പപ്പടം ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. ഇന്നത്തെ ഉച്ചയൂണ് ഞാൻ കഴിക്കാൻ പോകുന്നു. പപ്പടം എനിക്ക് വേണ്ട. എനിക്കൊരു മനപ്രയാസമാണ് പപ്പടം. ഞാൻ ആദ്യം തന്നെ ഈ രസവും കൂട്ടിയിട്ട് ഒന്ന് കഴിക്കട്ടെ. പൊളിച്ചു. അപ്പോൾ മുരിങ്ങയില രസം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിച്ചു. ഒരു പിടിയും കൂടി പിടിക്കുന്നു. സാധാരണ രസം തന്നെ. ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ളത് മുരിങ്ങയിലയാണ്. അതും കൂട്ടി കഴിക്കണം കേട്ടോ. അതിങ്ങനെ എടുത്ത് വേപ്പിലയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചേക്കരുത്, അടിയിട്ടു. പിന്നെ ഞാൻ ചമ്മന്തി കൂട്ടിയിട്ട് കുറച്ച് അതും പൊളിച്ച്, പിന്നെ എൻ്റെ കപ്പയും മീനും കൂട്ടിയിട്ട് ഇത് നല്ല നല്ല ഫിഷാണ്. കണ്ട അപ്പോൾ എൻ്റെ ഉച്ചയൂണ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ ഞാനിതിവിടെ വെച്ചിട്ട് ടേബിളെ വെച്ചിട്ട് ഞാൻ പോകും. ഞാനും കുമരനും പുറത്തേക്ക് പോകും. ഞങ്ങൾക്ക് വേറെ ഉട്ടോപ്പിയിൽ ഒരു ചെറിയ ഷൂട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം. നിങ്ങളത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ റെസിപ്പീസ് ഓരോ വ്ളോഗേഴ്സ് ഇടുമ്പോൾ മക്കളുകൾ ഓരോരുത്തരുടെയും മാറി മാറി ചെയ്യണം. ഒരു ദിവസം നിങ്ങളുടെ ചെയ്യണം. 7 ദിവസമല്ലേ ആഴ്ചയിൽ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. എല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ചുണ്ടാക്കുക. ജോലിക്ക് പോകുന്നവർ തോനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചോളൂ. അത് അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാം. പാപ്പ ആൻഡ് ഗ്രാൻഡ്മ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കഴിച്ചിട്ടും വരാം. ബൈ ബൈ. എല്ലാവർക്കും സ്നേഹത്തെ പൊതിഞ്ഞ ഉമ്മ. എച്ചിലുമ്മയെന്ന് പറയരുത് കേട്ടോ. കൈ കഴുകാടാണ് തന്നേക്കണം. അത് പറഞ്ഞേക്കരുത്. സ്നേഹം ഉണ്ടല്ലോ കൂട്ടത്തില്ലേ.